യഹൂദ രാജാവായ രെഹബ്യാമിൻ്റെ 5-ാം വർഷത്തിൽ മിസ്രയീം രാജാവായ ശീശക്ക് പാലസ്തീൻ ആക്രമിച്ചു. 1 രാജാക്കന്മാർ 14:25. ദക്ഷിണ ഈജിപ്തിലെ കർണക് ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലെ ലിഖിതത്തിൽ ശീശക്കിൻ്റെ പലസ്തീൻ ആക്രമണവും പലസ്തീനിൽ നിന്ന് അയാൾ കീഴടക്കിയതായി പറയുന്ന 156 സ്ഥലങ്ങളുടെ പേരുകളുമുണ്ട്. അയ്യാലോൻ, ഗിബയോൻ, താനാക്ക് എന്നിവയൊക്കെ അതിലുൾപ്പെടുന്നു. അശൂർ രാജാവായ ശൽമനേസർ മൂന്നാമനോട് യുദ്ധം ചെയ്തവരുടെ പട്ടികയിൽ ആഹാബിൻ്റെ പേരുണ്ട്. ഒമ്രിയുടെയും ആഹാബിൻ്റെയും കാലത്ത് നടന്ന മോവാബ്യ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മോവാബ്യ ശിലയിലുണ്ട്. മെനഹേം കപ്പം കൊടുത്തതിനെക്കുറിച്ചുള്ള പരാമർശം തിഗ്ലത്ത് പിലേസറിൻ്റെ ലിഖിതത്തിലുണ്ട്. സർഗോൻ രണ്ടാമൻ്റെ ശാസ്ത്രികൾ എഴുതിയ രേഖകളിൽ ശമര്യയുടെ പതനവും ശമര്യയിലെ 27,290 ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ ചിലരെ ഗോസാനിലെ നദിയായ ഹാബോരിൻ്റെ താഴ്വരയിൽ പാർപ്പിച്ചു. ഹാർവാർഡ് സർവകലാശാല ശമര്യയിൽ നടത്തിയ ഉത്ഖനനങ്ങളുടെ ഫലമായി ഒമ്രിയുടെയും ആഹാബിൻ്റെയും കാലത്തുള്ള കെട്ടിടങ്ങൾ പലതും കണ്ടെടുത്തു. അവർക്ക് ശേഷമുള്ള 70ഓളം ഓട്ട് ലിഖിതങ്ങൾ ഒസ്ട്രാക്ക കണ്ടെടുത്തു. രാജകീയ ഭണ്ഡാരത്തിലേക്ക് കരമായി എണ്ണയും വീഞ്ഞും എത്തിച്ചതിൻ്റെ പട്ടിക അവയിലുണ്ട്. ഇവയിലെ പേരുകളിൽ പലതും അബിബാൽ, മെരിബാൽ എന്നിങ്ങനെ ബാൽ ചേർന്നിട്ടുള്ള സംയുക്ത നാമങ്ങളാണ്. ബാൽ പൂജയുടെ സ്വാധീനം ഇവ വെളിപ്പെടുത്തുന്നു. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 31-32. ഇവിടെ നിന്നും ലഭിച്ച ദന്തനിർമ്മിത വസ്തുക്കൾ ആഹാബിൻ്റെ ദന്തമന്ദിരത്തെക്കുറിച്ചുള്ള പ്രസ്താവന വാസ്തവമെന്ന് തെളിയുകയാണ്. 1 രാജാക്കന്മാർ 22:39. ബാബിലോണിലെ ഇഷ്ടാർ കവാടത്തിനടുത്ത് നിന്നും കണ്ടെടുത്ത കളിമൺ ഫലകങ്ങൾ യഹൂദയുടെ അവസാനകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കീം രാജാവിന് കൊടുത്ത ഭക്ഷണവിഹിതത്തെപ്പറ്റി ഈ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട്. 2 രാജാക്കന്മാർ 25:27-30 വരെ. ബാബേൽ പ്രവാസത്തിൻ്റെ തുടക്കത്തിൽ അനേകം പട്ടണങ്ങളെ നശിപ്പിച്ചതായും യെരമ്യാ പ്രവചനം 34:7 യെരുശലേമിനെ വിജനമാക്കിയതായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ 25-ാം അധ്യായം 10-12 വരെ. പല പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുവാൻ വിമുഖരായിരുന്നു. യെസ്രായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുനഃസ്ഥാപന വിവരം വെറും അപ്പോക്രിഫയായി പല പണ്ഡിതന്മാരും കരുതി. എന്നാൽ യഹൂദയിലെ നശിപ്പിക്കപ്പെട്ട പട്ടണങ്ങളിൽ പലതും വീണ്ടും പണിയപ്പെട്ടില്ലെന്നും ചിലത് ദീർഘകാലത്തിന് ശേഷം വീണ്ടും പണിയപ്പെട്ടു എന്നും ഉത്ഖനനങ്ങളിൽ നിന്നും തെളിഞ്ഞു. ഇതേ കാലത്ത് എഴുതപ്പെട്ട ഫലകങ്ങൾ നിപ്പൂരിൽ നിന്ന് ലഭിച്ചു. പല യഹൂദ്യ നാമങ്ങളും അവയിലുണ്ട്. യെരമ്യാവിൻ്റെ കാലത്ത് പ്രവാസികളായി പോയ യഹൂദന്മാർ നൈൽ തീരത്ത് പാർക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണം എലിഫന്റൈൻ പാപ്പിറസിൽ ഉണ്ട്. യെരമ്യാ പ്രവചനം 43:6-7. BC 5-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ എഴുതിയതാണിത്. BC 539 പാർസി രാജാവായ കോരശ് ബാബിലോൺ കീഴടക്കി. അനന്തരം യഹൂദന്മാരെ സ്വന്തം ദേശത്ത് മടങ്ങിപ്പോകുവാൻ കോരശ് അനുവദിച്ചു. എസ്ര 1-ാം അധ്യായം 1-4 വരെ. കോരേശിൻ്റെ ഈ വിളംബരവും കണ്ടെടുത്തിട്ടുണ്ട്. വെറും അരനൂറ്റാണ്ടിനുള്ളിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രീക്കിലാണ് പുതിയ നിയമ രചനയെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നു. ക്ലാസിക്കൽ ഗ്രീക്കിൽ നിന്നും വിഭിന്നമായി ഇതിനെ ബിബ്ലിക്കൽ ഗ്രീക്ക് എന്ന് വിളിച്ചു വന്നു. എന്നാൽ ഈജിപ്തിൽ നിന്നും കുഴിച്ചെടുത്ത ഗ്രീക്ക് രേഖകളിൽ ഇതേ ഭാഷയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചിരുന്ന സാധാരണക്കാരൻ്റെ ഗ്രീക്ക് ഭാഷയായിരുന്നു അത്. ഒരു പാപ്പിറസ് രേഖയിൽ സാധനങ്ങളുടെ പട്ടികയ്ക്ക് മുകളിൽ ദിനംപ്രതിയുള്ള അപ്പം എന്ന പ്രയോഗം കണ്ടെത്തി. ഇത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദിനംപ്രതിയുള്ള ഭക്ഷണത്തിനു വേണ്ടിയുള്ള അപേക്ഷയെ ഓർപ്പിക്കുന്നു. പുതിയ നിയമത്തിലെ സ്ഥലനാമങ്ങളും കുറേന്യാസിൻ്റെ കാലത്ത് നടന്ന പേർവഴി ചാർത്തലും എല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
ബൈബിൾ പാഠങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒന്നാണ് ചാവുകടൽ ചുരുളുകളുടെ കണ്ടുപിടുത്തം.